സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വിധി വളരെ ശ്രദ്ധേയമാണ്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ മതേതര സ്വഭാവത്തിനും അതുപോലെ തന്നെ ഭരണഘടനാനുസൃതമായ ജനാധിപത്യ വാഴ്ചക്കും വിഘാതമായി പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതി ഏത് നിയമവും അത് ഭരണഘടനയുടെ സ്പിരിറ്റിന് യോജിക്കാത്തതാണെങ്കിൽ പോലും ഉണ്ടാക്കാം, നമ്മുടെ അടിസ്ഥാന മതേതര സ്വഭാവം മാറ്റാം എന്നൊക്കെയുള്ള ആ ഒരു ആത്മവിശ്വാസക്കുറവിന് ഇന്ത്യൻ ജനതയ്ക്ക് വാസ്തവത്തിൽ ലഭിച്ച വലിയൊരു പ്രതീക്ഷയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വിധി. ഈ വിധി വഖഫ് കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നാണ്, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് ഇൻ്ററിം ഓർഡർ ആണെങ്കിൽ പോലും ഇടയ്ക്ക് വന്ന ഒരു വിധി ഫൈനൽ വിധി അല്ല എങ്കിൽ പോലും അടിസ്ഥാനപരമായി അതിനി ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. അതിലൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്, ഒരു ഭൂമി വഖഫ് എന്ന് ഉള്ള ആ ഒരു പവിത്രതയൊന്നും കൊടുക്കാതെ എപ്പോൾ വേണമെങ്കിലും ഏറ്റെടുക്കാം. എന്നിട്ട് അത് ആ ഏറ്റെടുക്കുന്ന ഗവൺമെൻറ് ഇടപെടുന്ന സമയത്ത് തന്നെ, കലക്ടർ ഇടപെടുന്ന സമയത്ത് അല്ലെങ്കിൽ അതോറിറ്റി ഇടപെടുന്ന സമയത്ത് തന്നെ അത് വഖഫ് അല്ലാതായി മാറും എന്നൊക്കെയുള്ള നിയമം അടിസ്ഥാനപരമായി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിന് പോലും യോജിച്ചതല്ല എന്ന് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അതാണിപ്പോൾ അത് കോടതി വിധിക്ക് അനുസൃതമായി മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ വഖഫ് അല്ലാതായി മാറും എന്നൊക്കെയുള്ള നിയമം പോയി. അതേപോലെ വളരെ ഗൗരവമുള്ള വിഷയം ആയി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വിശ്വാസിയാണോ അല്ലേ എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുക എന്നൊക്കെ തുടങ്ങിയുള്ള നിരർത്ഥകമായ പല ഏകാധിപത്യ പ്രവണതയോടുകൂടിയ വശങ്ങളും ഈ കോടതി വിധിയോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. ഇത് വഖഫ് കാര്യത്തിൽ ഒരു വിധി എന്നതിനേക്കാൾ കൂടുതൽ വിവിധ വിശ്വാസികൾ കഴിയുന്ന ഒരു രാജ്യത്ത് എല്ലാവരുടെയും ഫണ്ടമെൻ്റൽ റൈറ്റ്, അവർക്കൊക്കെ മതേതര സ്വഭാവത്തിലുള്ള ഒരവകാശം വകവെച്ച് കിട്ടുക എന്ന മൗലികാവകാശം, അത് ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ്. യാതൊരു സംശയവുമില്ല. സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യം ഭരണഘടനാനുസൃതമായി നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും.